നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് IIT ഒരു ബാലികേറാമല. ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ എനിക്ക് അവസരം തന്ന എസൻസ് ഗ്ലോബലിന് ആദ്യമായി നന്ദി പറയുന്നു. അപ്പോൾ എന്താണ് വിഷയം? IIT എന്നീ 3 വാക്കുകൾ അല്ലെങ്കിൽ ആ ലെറ്റേഴ്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം കേട്ടുകേൾവിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇന്ത്യയിലത്തെ തന്നെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, എൻജിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇവിടേക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾക്ക്, അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കയറാനായി ഇത്ര ബുദ്ധിമുട്ടുള്ളത്? ഇതാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്ന വിഷയം. നമുക്കറിയാം, ഈ വരുന്ന ജാനുവരിയിലാണ് IIT-കളിലോട്ട് പ്രവേശനം നടത്തുന്ന JEE പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇത് കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി എങ്ങനെ നമുക്ക് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് കയറിപ്പറ്റാം, എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് ഇത്തരം കോളേജുകളിലോട്ട് കയറിപ്പറ്റാനായിട്ട്, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന വിഷയം. ജോയിൻറ്റ് എൻട്രൻസ് എക്സാം, ഇതാണ് IIT-കളിലോട്ട് കയറാൻ വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷ. ഇത് ജാനുവരിയിലും ഏപ്രിലുമായി 2 സീസൺ നടത്തും. അതിൽ നിന്ന് മികച്ച വിദ്യാർത്ഥികൾ, ആദ്യത്തെ ഒരു 2.25 ലക്ഷം റാങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾ മെയ് മാസം നടത്തുന്ന JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതുകയും അതിൽ ആദ്യത്തെ ഒരു 16,000 സീറ്റോളം വരുന്ന റാങ്കുകാർക്ക് IIT-കളിലോട്ട് പ്രവേശനം കിട്ടുകയും ചെയ്യും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ തന്നെ ഈ പ്രായത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികളുടെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷകളിലൊന്നാണ് JEE എക്സാം. അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ എൻട്രൻസ് കോച്ചിങ് എന്നൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പിള്ളേരെ അപ്ലൈ ചെയ്യുന്ന ആദ്യം നീറ്റിനാണ്, പിന്നെ വരുന്നത് JEE ആണ്. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടാവും, മെഡിക്കൽ എക്സാം, മെഡിസിന് വേണ്ടിയിട്ടില്ല, MBBS-ന് വേണ്ടിയിട്ടും BDS-ന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എഴുതുന്ന നീറ്റ് പരീക്ഷ ഒരു 20 മുതൽ 22 ലക്ഷം വിദ്യാർത്ഥികൾ വർഷം എഴുതുന്ന പരീക്ഷയാണ് നീറ്റ് എക്സാം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് JEE എക്സാം. ഒരു 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്, ഏകദേശം വർഷം തോറും എഴുതുന്ന ഒരു പരീക്ഷയാണ് JEE എക്സാം. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എണ്ണത്തിൽ കൃത്യമായ വ്യത്യാസം കാണാൻ പറ്റും. നീറ്റ് ഒരു 22 ലക്ഷവും JEE ഒരു 12 ലക്ഷവും വിദ്യാർത്ഥികൾ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഡിഫറൻസ്? ഇനി അതുമാത്രമല്ല, കോളേജുകളിലോട്ട് കയറി പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമാണ്, എസ്പെഷ്യലി IIT പോലെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന്, പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽ വളരെ പുറകിലാണ് എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി ഒരു എൻട്രൻസ് കോച്ചാണ്, ഞാൻ ഫിസിക്സാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികളിൽ കാണുന്ന ഒരു കാര്യം, കണക്കിൻ്റെ കാര്യം, മാത്തമാറ്റിക്സ് വളരെ പുറകിലോട്ടാണ് പലരുടെയും ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. IIT പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് പാസ്സാകണം, അല്ലെങ്കിൽ JEE പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് പാസ്സാകണമെന്നുണ്ടെങ്കിൽ കണക്കിൽ ഉന്നത നിലവാരം തന്നെ പുലർത്തണം. അത് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോച്ചിങ് തുടങ്ങണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. IIT-കളിലോട്ട് കയറണം എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഒരു ഫൗണ്ടേഷൻ നിർബന്ധമായി വരുന്നു. പലരും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ആദ്യമായി ഈ ഒരു വാക്ക് കേൾക്കുന്നത്. ഒരു പക്ഷേ IIT എന്നൊരു കോളേജ് ഉണ്ടെന്നും അതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്നും പലരും കേൾക്കുന്നത് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. 11ാം ക്ലാസ്സിൽ പല CBSE-യിലൊന്നും ബോർഡ് എക്സാം ഇല്ലാത്തതിനാൽ അതിൻ്റെ അത്ര ചൂടൊന്നും 11th വരാറില്ല. 12th ആവുമ്പോഴാണ് എല്ലാവർക്കും ഒന്ന് ചൂട് പിടിച്ചു തുടങ്ങും. പാരൻസ് വരുന്നു, PTA മീറ്റിംഗ്, ആകെ ബഹളം, അടിയിടി വെടിപോകാം. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പിള്ളേരെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ തുടങ്ങും 12th കഴിയുമ്പോഴത്തേക്ക്. ഒരു വർഷം അവരെ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ വൺ പ്രഷറൈസിങ്ങും സ്ട്രെസ്സും വരുന്നതോടുകൂടി കുട്ടികൾക്ക് ആകെ ടെൻഷൻ അടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ജോയിൻ്റ് എൻട്രൻസ് എക്സാമിൻ്റെ കളികൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത്തരം പരീക്ഷകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പല എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ അധ്യാപകർ പറയുന്ന പോലെ ഇതിന് പല ഷോർട്ട് കട്ട്സ് ഉണ്ട്, ടിപ്സ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ, ഡെഡിക്കേഷനാണ് ഇതിൻ്റെ പുറകിൽ.
അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം പോയാലും IIT പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ട് എത്താനായിട്ട് കുറുക്ക് വഴികളില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നതിലൂടെ, JEE എക്സാം എഴുതുന്നതിലൂടെ പ്രധാനമായിട്ട് 3 സ്ട്രീമുകളാണ്: BE/BTech, അല്ലെങ്കിൽ BArch, അല്ലെങ്കിൽ B-Planning, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ്. ഇതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ട്രീമാണ് BTech. അപ്പോൾ ഇതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇന്നത്തെ വിഷയം. BTechലോട്ട്, അതായത് IITകളിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ എത്രമാത്രം എളുപ്പമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 പരീക്ഷ, JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ് പരീക്ഷകളാണ്. JEE മെയിൻ പരീക്ഷ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, അതായത് ജാനുവരി മാസവും ഏപ്രിൽ മാസവും നടത്തുന്ന 2 സീസണുകളിലായി നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. ഇത് നിങ്ങൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 31 NITകൾ, 26 IIITകൾ, അതുപോലെ തന്നെ JEE അഡ്വാൻസിലോട്ട് ക്വാളിഫൈഡ് ആവുകയും ചെയ്യും. ഇതാണ് JEE മെയിൻ എന്ന പരീക്ഷ ക്രാക്ക് ചെയ്താലുള്ള ഗുണം. അത് കഴിഞ്ഞിട്ടാണ് JEE അഡ്വാൻസ് വരുന്നത്. അപ്പോൾ NITകളിലോട്ടൊക്കെ നിങ്ങൾക്ക് പ്രവേശനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 97 പെർസെൻറ്റേജ് അല്ല, പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ബോർഡ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്റ്റേറ്റ് ബോർഡും CBSE ബോർഡൊക്കെ നമ്മൾ പരീക്ഷ കഴിയുമ്പോൾ ഫൈനൽ മാർക്ക് എത്ര ശതമാനം കിട്ടി, അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ, അയൽപ്പക്കത്തെ വീട്ടിലത്തെ മോൻ എത്ര ശതമാനം കിട്ടി എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പോയി ചോദിക്കുന്നത്. സ്വന്തം മകൻ്റെ കാര്യം തന്നെ ചോദിക്കില്ല ചിലപ്പോൾ, അപ്പുറത്തെ ആളുടെ വീട്ടിൽ എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നുള്ള. ഇത് പെർസെൻറ്റൈലാണ്. അപ്പോൾ 97% പെർസെൻറ്റൈൽ കിട്ടി എന്ന് വെച്ച് അത് 97% എന്ന് ആദ്യം മനസ്സിലാക്കുക. ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 50% തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് ഒരു NIT പോലെയുള്ള ഒരു സ്ഥാപനത്തിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. 50% തന്നെ. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ 50% തന്നെ ധാരാളം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 23 IITകളാണ് ഉള്ളത്. എല്ലാ IITകളും ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ പല IITകൾക്ക് മുകളിലായി പല NITകളുണ്ട്, പല ഡീംഡ് യൂണിവേഴ്സിറ്റികളെല്ലാം പല IITകളുടെ മുകളിൽ തന്നെയുണ്ട്. എന്നാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ 4 വർഷം പഠിച്ച് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ IITian എന്ന ടാഗ് അതാണ് അവർക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം എക്സാം ഡേറ്റുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഈ എക്സാമുകളെല്ലാം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. കൃത്യമായിട്ട് അവർ ഡേറ്റുകൾ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് ഇന്ന് റാങ്ക് അവർ റിലീസ് ചെയ്യും എന്നെല്ലാം കൃത്യമായി അവർ ഓൾറെഡി മുമ്പേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. JEE എക്സാമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. JEE എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, JEE മെയിൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. അതായത് നീറ്റ് പരീക്ഷയെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, NTA. എന്നാൽ JEE അഡ്വാൻസ്ഡ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് IIT നേരിട്ടാണ്, IIT കോളേജ് നേരിട്ടാണ്. അതായത് 2024 JEE അഡ്വാൻസ്ഡ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത് IIT മദ്രാസാണ്. അപ്പോൾ ഓരോ IITകൾ വരുമ്പോൾ തന്നെ അവരുടെ ചോദ്യ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് നമുക്ക് വർഷങ്ങളുടെ പരിചയം കൊണ്ട് നമുക്കറിയാം. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരീക്ഷകളൊക്കെ വരുന്ന IIT ബോംബെ പോലെയുള്ള കോളേജ് എക്സാം നടത്തുമ്പോഴാണ്. അപ്പോൾ 2024 നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്ന IIT മദ്രാസാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സർ ഞങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ജാനുവരിയിലത്തെ പരീക്ഷ എഴുതണോ, നന്നായി പഠിച്ചിട്ട് ഏപ്രിലത്തെ പരീക്ഷ എഴുതിയാൽ പോരെ എന്നുള്ളൊരു വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഉത്തരം ആ വിദ്യാർത്ഥികളോടെല്ലാം ഒന്നാണ്, നിങ്ങൾ ജാനുവരിയിലത്തെയും എഴുതണം, ഏപ്രിലത്തെയും എഴുതണം. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. കാരണം ഇതേ കാരണം ആലോചിച്ചിട്ട് നിരവധി കുട്ടികൾ എഴുതാതിരിക്കും ഏത് ജാനുവരിയിലത്തെ പരീക്ഷ. സെയിം റീസൺ കാരണം. അപ്പോൾ ഏറ്റവും നിങ്ങൾക്ക് പേഴ്സൻറ്റൈൽ കൂട്ടാനായിട്ട് എളുപ്പം ഏത് പരീക്ഷ എഴുതുമ്പോഴാണ്? ഫസ്റ്റ് സീസണിലത്തെ എക്സാം എഴുതുമ്പോഴാണ്. പിന്നെ പുറകെ വരുന്ന ഏപ്രിൽ മാസത്തിലെ അതല്ലെങ്കിൽ ഏപ്രിൽ സീസണിലെ എക്സാം നിങ്ങൾ എഴുതുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നന്നായി പഠിച്ചിട്ടാണ് ആ എക്സാം എഴുതാൻ വരുന്നത്. അപ്പോൾ നിരവധി കുട്ടികൾ അധികം അവിടെ വരുന്നു. അപ്പോൾ നിങ്ങൾ JEE മെയിൻ ജാനുവരി മാസത്തിൽ അല്ലെങ്കിൽ ജാനുവരി ഫെബ്രുവരി കാലഘട്ടത്തിൽ എഴുതുന്ന അതേ പേഴ്സൻറ്റൈൽ വീണ്ടും ഏപ്രിൽ മാസം സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 20-30 മാർക്ക് കൂടുതൽ വാങ്ങേണ്ടി വരും. നമുക്ക് റൗണ്ട് ചെയ്ത് ഒരു 20 മാർക്കെന്ന് പിടിക്കാം. അപ്പോൾ മാർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, 300 മാർക്കിലാണ് JEE പരീക്ഷ. നീറ്റ് പോലെ 720 720 ഒന്നും കിട്ടാനായിട്ട് JEEയിൽ ഒരു സ്കോപ്പില്ല. കാരണം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ 300 മാർക്കിൽ
ഒരു ടോപ്പറൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ടോപ്പറിനൊക്കെ എത്ര മാർക്ക് കിട്ടുന്നുണ്ടാവും ജെഇ മെയിൻ നമ്മൾ കാണുമ്പോൾ എപ്പോഴും പേഴ്സൻറ്റൈലാണ് പേപ്പറുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് 99.999% എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ എത്ര മാർക്ക് ഏകദേശം വേണം? ഒരു 200-നടുത്ത് മാർക്ക് മതി എന്നുള്ളതാണ് ടോപ്പർ ആവാൻ. അതായത് ഓൾ ഇന്ത്യ ടോപ്പർ ആവാൻ, ഓൾ ഇന്ത്യ റാങ്ക് 1 ആവാനായിട്ട് ആ സ്കോറിനടുത്ത് മതി എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ജെഇ മെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇവരെ എക്സാം പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 3 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫെബ്രുവരി 1-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു സെഷൻ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടും. നിങ്ങൾ പോകുന്നു, എല്ലാ കാര്യങ്ങളും റെഡിയാണ്, നിങ്ങൾ പോകുന്നു. 3 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. 3 മണിക്കൂറിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. മൊത്തം 90 ചോദ്യങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു സബ്ജക്റ്റ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ്. നമുക്കറിയാലോ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഓരോ സബ്ജക്റ്റിലും 30 ചോദ്യങ്ങൾ. നിങ്ങൾ ആകെ 25 ചോദ്യങ്ങൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, കാരണം അങ്ങനെയാണ്. അവസാനത്തെ 10 ചോദ്യങ്ങൾ ഓപ്ഷനിലാണ്, അത് 5 എണ്ണം മാർക്ക് ചെയ്താൽ മതി. ആദ്യത്തെ ഒരു 20 എണ്ണം MCQ ബേസ്ഡും പിന്നത്തെ 10 എണ്ണം ന്യൂമറിക്കൽ ബേസ്ഡുമാണ്. അപ്പോൾ നമ്മൾ പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ എക്സാം തുടങ്ങുമ്പോൾ തന്നെ പലർക്കും ഒരു കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആദ്യം ചിലർ കെമിസ്ട്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ചിലർ ഫിസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ചിലർ മാത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ടോപ്പേഴ്സിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവരെ എളുപ്പമുള്ള ചോദ്യമാണ് ഏറ്റവും ആദ്യം ക്രാക്ക് ചെയ്യുന്നത്. എളുപ്പമുള്ള ചോദ്യം, അല്ലാതെ കൃത്യമായിട്ട് ഫിസിക്സിനെ തുടങ്ങൂ എന്നൊരിക്കലും അവർ ഫോളോ ചെയ്ത് കാണില്ല. അവർ നിരവധി മോക്ക് എക്സാമുകൾ എഴുതി ശീലിച്ചിട്ടുള്ളവരാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്ന ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി പോലെയുള്ള വിഷയങ്ങളാണ് ഏറ്റവും സ്കോർ ചെയ്യാൻ ജെഇ പോലെയുള്ള പരീക്ഷയിൽ എളുപ്പം. നീറ്റിലാണെങ്കിൽ ബയോളജി എന്ന് പറയുന്ന പോലെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ആണ് നീറ്റിൻ്റെ പൊതുവായിട്ട് സ്റ്റുഡൻസ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ എങ്കിൽ ജെഇ പോലെയുള്ള പരീക്ഷയിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എന്നുള്ള രീതിയിലാണ്. ഇനി നിങ്ങൾക്ക് NIT പോലെയുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാനായിട്ട് നിങ്ങൾക്ക് എല്ലാം പഠിച്ച് തികഞ്ഞ് പോയി എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം പഠിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. സിലബസ് മൊത്തം പഠിച്ചിട്ട് നിങ്ങൾക്ക് പോയി പരീക്ഷ എഴുതേണ്ട ആവശ്യം ജെഇ പോലെ ഒരു പരീക്ഷയിലില്ല. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഡെപ്താണ്, ബ്രെഡ്ത്ത് അല്ല എന്ന് ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയാറ്. ഡെപ്തിലൊരു വിഷയം പഠിക്കുക എന്നുള്ളതാണ്. വളരെ വാസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഡെപ്തിലോട്ട് പോകാതിരുന്നു കഴിഞ്ഞാൽ ജെഇ പോലെ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ജെഇ പോലെയുള്ള പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ ഡെപ്തിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ അവർക്ക് IIT പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം പറയേണ്ടത് ഒന്ന് മാത്തമാറ്റിക്കൽ സ്കിൽ, അത് നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യും. ഒരു 8-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഹരിക്കാനും ഗുണിക്കാനും എല്ലാം കൃത്യമായിട്ട് അറിയണം. ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും. ഇനി നമുക്ക് ജെഇ മെയിൻ 3 അറ്റംപ്റ്റുകളാണ് മാക്സിമം ഉള്ളത്. അഡ്വാൻസ്ഡിൻ്റെ കേസാണെങ്കിൽ 2 അറ്റംപ്റ്റുകളാണുള്ളത്. അപ്പോൾ ഈ വർഷം നിങ്ങൾ 2 അറ്റംപ്റ്റും ജെഇ മെയിനിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം നിങ്ങൾക്ക് 1 അറ്റംപ്റ്റും കൂടി ഉള്ളൂ. നീറ്റ് അങ്ങനെയല്ല, നീറ്റിൻ്റെ കേസ് അങ്ങനെയല്ല, നിങ്ങൾക്ക് എല്ലാ വർഷവും അറ്റംപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അവിടെയാണ് ഈ ജെഇയും നീറ്റും നമ്മളുടെ മെയിൻ ഡിഫറൻസ് വരുന്നത്. ഒന്ന്, പരീക്ഷയുടെ ആ കാഠിന്യം ജെഇയിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബയോമാക്സ് എടുത്ത സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നീറ്റ് പോലെയുള്ള പരീക്ഷകളായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ജെഇ കൂടി എഴുതുക. ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നീറ്റിന് മുമ്പ് വരുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളും എഴുതി ശീലിക്കുക. ആ ഒരു ടെൻഷൻ മാറ്റുക, സ്ട്രെസ്സ് മാറ്റുക, ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതെല്ലാം ഞാൻ പറയാറുണ്ട്. അവർ ജെഇ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്നാൽ പോലും അവർ ആ എക്സാമുകൾ എഴുതണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് എക്സാം പാറ്റേൺ കഴിഞ്ഞാൽ പൊതുവായിട്ട് ചോദിക്കുന്ന ചില പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള ചില സംശയങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. എപ്പോഴാണ് നമുക്ക് ഈ ജെഇക്ക് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്? 10-ാം ക്ലാസ് കഴിഞ്ഞ് മതിയോ, അതോ അതിനു മുമ്പ് തുടങ്ങണോ? ആദ്യത്തെ 2 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ ഇവിടെ പറയാം. നിങ്ങൾ 10-ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജെഇ മെയിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ജെഇ അഡ്വാൻസ്ഡ് പോലെയുള്ള പരീക്ഷ അത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 8-ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുടെ സ്കൂളുകളിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ ക്ലാസ്സുകൾ മുതൽ, അതായത് 6-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് തൊട്ട്
അവർക്ക് JEE കോച്ചിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ തമിഴ്നാടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ 6ാം ക്ലാസ് തൊട്ട് എനിക്ക് പഠിപ്പിക്കേണ്ടിയിരുന്നു 11ാം ക്ലാസ്സിലത്തെ വിഷയങ്ങൾ. പല ടോപ്പിക്കുകളും 6ാം ക്ലാസ്സിലത്തെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയല്ലേ എന്നുള്ളത്. പക്ഷെ അവിടെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നിങ്ങൾക്ക് എവിടെ IIT പോലുള്ള ഒരു സ്ഥാപനത്തിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് മെനക്കേടുണ്ട്, അല്ലെങ്കിൽ അതിന് പണിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കുട്ടികളും IITയിലോട്ട് കയറാൻ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് താല്പര്യമുള്ളവരെ മാത്രമായിട്ട് ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്ന രീതിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 11ൻ്റെയും 12ൻ്റെയും മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയറായി കിട്ടും. പിന്നെ 2 വർഷം നിങ്ങളുടെ കയ്യിലുണ്ട്, 11th 12th. ബോർഡ് എക്സാമിന് അവർ വളരെ പ്രാധാന്യം ഒരു 60% മാക്സിമം അവർ പ്രാധാന്യം കൊടുക്കുള്ളൂ. ബാക്കി അവർ പ്രിപ്പയർ ചെയ്യുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസിനാണ്, അതായത് JEE പോലെയുള്ള പരീക്ഷകൾ. എന്നാലാണ് ഈ അഡ്വാൻസ്ഡ് പോലെയുള്ള പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാൻ സാധിക്കുക. ഇനി പലരും ചോദിക്കുന്ന 3ാമത്തെ ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം: ഈസ് ഇറ്റ് എ ഗുഡ് സ്ട്രാറ്റജി ടു ഫോക്കസ് ഓൺ ബോർഡ്സ് ഇൻ ക്ലാസ് 11 and 12 ആൻഡ് ദെൻ ഡ്രോപ്പ് എ ഇയർ? അതായത് റിപ്പീറ്റ് ചെയ്യുക, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് സാറേ പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് പോലെയുള്ള പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡിൻ്റെ റിസൾട്ട് വരുന്നത് ജൂണിലാണ്. അടുത്ത JEE മെയിൻ പരീക്ഷ വരുന്നത് എപ്പോഴാണ്? അടുത്ത ജാനുവരിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വർഷം കയ്യിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു വർഷം ഇല്ല എന്നുള്ളതാണ്. ഈവൻ ദോ നമ്മൾ പറയുന്നത് റിപ്പീറ്റ് ചെയ്യാമെന്നാണെങ്കിലും, ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാമെന്നാണെങ്കിലും എത്ര മാസം നമുക്ക് കിട്ടുന്നുള്ളൂ? ഒരു 6 മുതൽ 7 മാസം മാക്സിമം, അത്രേ കിട്ടുള്ളൂ. അതിനുള്ളിൽ വീണ്ടും എന്ത് പഠിക്കണം? മൊത്തം +1ഉം +2ഉം വീണ്ടും ഇരുന്ന് പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക? മൊത്തം എല്ലാം A to Z പഠിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. നിങ്ങൾ എല്ലാത്തിനും ഒരു ക്രാഷ് എന്നുള്ള രീതിയിൽ മാത്രമേ അവർക്ക് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര സമയമുള്ളൂ. 6 മാസം കൊണ്ട് ഈ 3 വിഷയങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഡെപ്തിലെടുത്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് JEE പോലെയുള്ള പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ അല്ല എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഇത് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നരുത്. കാരണം പലരും അതുപോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് IITകൾ ഡ്രീം ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് 12th കഴിയുമ്പോൾ കിട്ടുള്ളൂ. എക്സെപ്ഷണൽ കേസുകൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. പല കേസുകളും നിങ്ങൾക്ക് ഒരു പക്ഷേ 11th അല്ലെങ്കിൽ 12th പഠനം തുടങ്ങിയിട്ട് IITകൾ കയറിയ വീരഗാഥ കഥകളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന ജനറലി സാധാരണ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ അവർക്ക് IIT പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങിയില്ലെങ്കിൽ. അതിൻ്റെ കാരണം നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. ഈ വർഷം അല്ലെങ്കിൽ 2023 IIT പരീക്ഷ കഴിഞ്ഞിട്ട് കേവലം 180, റൗണ്ട് ചെയ്ത് പറയാണ്, 180 മലയാളികൾ മാത്രമാണ് IITയിൽ കയറിയിട്ടുള്ളത്. 12 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതുന്നു. മനസ്സിലാക്കുക, അതിൽ നിന്ന് 180 വിദ്യാർത്ഥികൾ മാത്രമാണ് IITയിലോട്ട് എത്തുക. അപ്പോൾ എന്താണ് നമുക്ക് പറ്റുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം, അതായത് രാജസ്ഥാൻ നോക്കുമ്പോൾ 2000-ഓളം സ്റ്റുഡൻസ് അവിടെ നിന്ന് കയറുന്നു, ആന്ധ്രാപ്രദേശും തെലങ്കാനയിൽ നിന്നും വളരെയധികം സ്റ്റുഡൻസ് കയറുന്നു, തമിഴ്നാട്ടിൽ നിന്ന് 1000-ഓളം പിള്ളേർ കയറുന്നു. കേരളത്തിൽ നിന്ന് ഇത്രയും ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നും 180 മലയാളികൾ മാത്രമേ IITയിൽ കയറുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ പഠന നിലവാരം എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കും. ഇത് ബോർഡ് എക്സാമും JEE എക്സാമും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഞാൻ കുറച്ച് പോയിന്റുകളായിട്ട് എഴുതിയിരിക്കുകയാണ്. പലരും ബോർഡിന് വളരെയധികം സമയം കൊടുത്തിട്ട് JEE പോലെയുള്ള പരീക്ഷകൾക്ക് വളരെ കുറവ് സമയം കൊടുക്കുന്ന ഒരു രീതി ഫോളോ ചെയ്യും. തിരിച്ചും ചെയ്യുന്നവരുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട, ബോർഡ് എക്സാം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബോർഡ്, CBSE ബോർഡ് എന്നൊക്കെ പറയുന്നത് ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. മറ്റേത് കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബോർഡ് ആൻഡ് JEE. ബോർഡിൻ്റെ കേസിൽ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളുമുണ്ട്, സബ്ജക്റ്റീവായിട്ട് എഴുത്ത് പരീക്ഷയല്ലേ എഴുതാനുള്ള ചോദ്യങ്ങളും വരും. പക്ഷേ JEEയിലോ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ മാത്രം. ബോർഡിൻ്റെ കേസിൽ 3 മണിക്കൂർ കൊണ്ട് 25 മുതൽ 35 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെങ്കിൽ JEEയിൽ വരുന്നത് 3 മണിക്കൂർ കൊണ്ട് എത്ര ചോദ്യങ്ങളാണ്?
75ഓളം ചോദ്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യണം. മൊത്തം 90 ചോദ്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്പറുകൾ പയ്യെ പയ്യെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കാഠിന്യമുള്ള പരീക്ഷയാണ് JEE എന്നുള്ളത്. 75% മുകളിൽ ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ നല്ലൊരു മാർക്കാണ്. പക്ഷെ പലർക്കും ആ 90 കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിലാണ് അല്ലേ. 89.9 കഴിഞ്ഞാൽ നിലവിളിച്ച് കരയുന്ന വിദ്യാർത്ഥികളുണ്ടാവും അല്ലേ, നമ്മൾ കാണാറുണ്ട്. പക്ഷേ JEE പോലെയുള്ളൊരു പരീക്ഷയിൽ 45-50% വളരെ വലിയ സ്കോറാണ്. ഇനി ബോർഡ് എക്സാമിന് അറ്റ് എ ടൈം ഒരു സബ്ജക്റ്റ് മാത്രമേ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷേ JEEയിൽ എങ്ങനെയാണ് 3 സബ്ജക്റ്റുകളും ഒരേ സമയം ടെസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ബോർഡ് എക്സാം പെൻ ആൻഡ് പേപ്പർ ആണെങ്കിൽ JEE കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. നീറ്റ് ആണെങ്കിൽ OMR ഷീറ്റിൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി ബോർഡ് എക്സാമിന് ഒരു ഉത്തരം തെറ്റിയാൽ പെനൽറ്റി മാർക്സ് ഇല്ല, നെഗറ്റീവ് മാർക്കില്ല. JEEയിൽ എന്തുണ്ട്? നെഗറ്റീവ് മാർക്കുണ്ട്. അത് -1 മാത്രമല്ല, -2 വരെ പോവാം JEE അഡ്വാൻസ് പോലെയുള്ള പരീക്ഷകൾ. അതായത് 50% പെനൽറ്റി വരെ ഉണ്ടാകാം എന്ന്. ഫൈനലി ബോർഡ് എക്സാമിൻ്റെ കേസിൽ ആബ്സല്യൂട്ട് സ്കോറിംഗ് ആണെങ്കിൽ JEE എക്സാമിൻ്റെ കേസിൽ റിലേറ്റീവ് സ്കോറിംഗ്, അതായത് ടോപ്പറിനെ അപേക്ഷിച്ചിട്ടാണ് പെർസെൻറ്റൈൽ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ബോർഡ് എക്സാമും JEE എക്സാമും തമ്മിലുള്ള വ്യത്യാസം. ഈ അടുത്ത് നമ്മളൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അല്ലേ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ ഒരു പരാമർശം നമ്മളെല്ലാവരും പേപ്പറുകളിലും ന്യൂസിലൊക്കെ വായിച്ചിരുന്നു. അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും A+. ഇത് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു ഉത്തരം ഉണ്ടാവുമല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നോ അതോ മന്ത്രിയുടെ ഒപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത്? അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. SSLCയുടെ ഒക്കെ പെർസെൻറ്റേജ് കാണുമ്പോൾ അല്ലേ, നമ്മൾ ഞെട്ടിക്കുന്ന നമ്പറുകളാണ് അവർ കാണിക്കുന്നത്. ഇതിൽ എത്രമാത്രം റിയാലിറ്റി ഉണ്ട്? ഇതുമായി ഒരു പഠനം 1 വർഷം മുമ്പ് പ്രഥം എന്ന് പറയുന്ന ഒരു NGO നടത്തുകയുണ്ടായി. ഇതിൽ അവരുടെ ആനുവൽ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് നമ്പറുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആ വാർത്ത ഇവിടെ ആകെ 2 വരിയുള്ളൂ, ഒന്ന് വായിക്കാം. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഗണിത പഠന നിലവാരം കുത്തനെ കുറഞ്ഞതായ റിപ്പോർട്ട് 1 വർഷം മുമ്പത്തെയാണ്. സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളിൽ 20.3% പേർക്കും ഒറ്റക്ക സംഖ്യകളെ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ലെന്ന് സന്നദ്ധ സംഘടനയായ പ്രഥമിൻ്റെ വാർഷിക വിദ്യാഭ്യാസ നിലവാര റിപ്പോർട്ടിൽ പറയുന്നു. ഇതാണ് അവസ്ഥ. അതായത് കൂട്ടൽ, കുറയ്ക്കൽ, ഹരണം എന്നിവ അടിസ്ഥാനമാക്കി അവരൊരു പഠനം നടത്തി. ഇതിൽ ഹരിക്കാൻ അറിയുന്നവരുടെ കണക്ക് 8ാം ക്ലാസ്സിൽ ഹരിക്കാൻ അറിയുന്നവരുടെ കണക്ക്, ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 നമ്പറുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവരുടെ കണക്ക് അവർ പറയുന്നത് 2012 സർക്കാർ സ്കൂളുകളിൽ 74.7% വിദ്യാർത്ഥികൾക്ക് അറിയുമായിരുന്നു. എന്നാൽ 2022 വരുമ്പോൾ 39.9% കൂപ്പുകുത്തുകയാണ്. ആലോചിച്ച് നോക്കും. സ്വകാര്യ സ്കൂളുകളിൽ 2012 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഹരിക്കാൻ അറിയുന്നവരുടെ കണക്കെന്ന് പറയുന്നത് 75.2% ഉണ്ടായിരുന്നുവെങ്കിൽ 2022 ആയപ്പോൾ 54.3% പോയി. ഇതാണ് നമ്മളുടെ സ്കൂളുകളുടെ അവസ്ഥ. അപ്പോൾ ഇതൊരു 1 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടാണ്. ഇപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഈ മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രശ്നം വളരെയധികം കുട്ടികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അവർ പറയാറുണ്ട്. അതായത് ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയില്ല, സബ്ട്രാക്ട് ചെയ്യാൻ അറിയില്ല. ഇന്ന് പഠിപ്പിക്കുന്ന 12ാം ക്ലാസ്സിലെ പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസ്ഥ തന്നെയാണ്. അവർക്ക് ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും തന്നെ അറിയാത്തൊരവസ്ഥയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു ഇഷ്യൂ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ തീർച്ചയായിട്ടും നമുക്ക് പാരൻസിൻ്റെ വളരെയധികം സപ്പോർട്ട് വിദ്യാർത്ഥികൾക്ക് വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ അവരുടെ ഒപ്പം കൂടെ ഇരുന്ന് പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പല കേസുകളിലും നമ്മൾ കാണുന്നത് പാരൻസ് എല്ലാം ജോലിയുള്ളവരായിരിക്കാം. അവരുടെ മക്കളെ സ്കൂളിലോട്ട് വിടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ച് തീരാത്ത എല്ലാം ട്യൂഷൻ ടീച്ചറിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു. ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ച് തീർക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങോട്ട് അയക്കുന്നു. തിരിച്ചു വന്ന് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മകൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പാരൻസിന് അതിനൊന്നും സമയം കിട്ടുന്നില്ല. അവരുടെ പല കാരണങ്ങളുണ്ടാകാം, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അവർ പഠിക്കുന്നത് എന്താണ്,
അവർ ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം വിഷയങ്ങൾ ഒരു ദിവസം പഠിക്കുന്നു, അവരുടെ മാർക്കുകൾ എത്രയാണ് എന്നെല്ലാം അന്വേഷിക്കണം. അതായത് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഒരു പരീക്ഷ നടത്തിയാൽ പോലും ആ മാർക്ക് പാരൻസ് അറിയണമെന്നുള്ളതാണ്. ഇത് മിക്കതും എനിക്കെല്ലാം വരുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേപ്പർ നോക്കുന്നു, മാർക്ക് കിട്ടുന്നത് ഞാൻ അവരെ അറിയിക്കുമ്പോഴാണ് വീട്ടുകാരെ അറിയുന്നത് അങ്ങനെ ഒരു പരീക്ഷ നടന്നു എന്നുള്ളത് തന്നെ. ഇതാണ് അവസ്ഥ. അപ്പോൾ കൃത്യമായിട്ട് JEE അല്ലെങ്കിൽ IIT പോലെയുള്ള സ്ഥാപനങ്ങളിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ നീറ്റിനും JEEക്കൊക്കെ റാങ്ക് അടിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, പൊതുവേ JEEയിൽ റാങ്ക് കിട്ടുക വളരെ കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ അധികം ഫോളോ ചെയ്യാറില്ല. പക്ഷേ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ നീറ്റിനൊക്കെ റാങ്ക് അടിക്കുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരാദ്യം പറയുന്ന, അല്ലെങ്കിൽ ആദ്യം അവർ താങ്ക്സ് കൊടുക്കുന്നത് പാരൻസിനായിരിക്കും, അല്ലെങ്കിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു രീതി. കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് 1ാം റാങ്കിൻ്റെ കേസ് പറഞ്ഞാൽ പോലും അവരുടെ പാരൻസ് അവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് മകളുടെ ഒപ്പം ഇരിക്കുകയാണ് രാത്രി മണിക്കൂറുകളോളം. അവർ ഏതെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, മകൾ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. ഈ ഒരു സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ പാരൻസിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വലിയ ഫീസ് കൊടുത്തിട്ട് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾ മക്കളെ അയക്കുമ്പോൾ അവർ പഠിക്കുമെന്ന വിശ്വാസത്തിലാണ്, പക്ഷേ അങ്ങനെ നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇനി സാധാരണഗതിയിൽ എത്ര മണിക്കൂർ വരെ പഠിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഒരു റാങ്ക് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ, കേരള എൻട്രൻസ് പോലെയുള്ള പരീക്ഷകൾ, IIT പോലെയുള്ള പരീക്ഷകൾ, നീറ്റ് പോലെയുള്ള പരീക്ഷകൾ, റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത് എന്നുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനൊരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഓവറോൾ പാറ്റേൺ ടോപ്പേഴ്സിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6.5 മണിക്കൂർ മുതൽ, അല്ലെങ്കിൽ 5.5 മുതൽ 6.5 മണിക്കൂർ വരെ അവർ ഉറക്കത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. കാരണം ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രം കേട്ടിട്ട് നിങ്ങൾ പോകരുത്. ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചിട്ട് പഠനം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. 5.5 മുതൽ 6.5 മണിക്കൂർ നിങ്ങൾ ഉറങ്ങണം, തീർച്ചയായിട്ടും ഉറങ്ങണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റെസ്റ്റ് വേണം. അപ്പോൾ ബാക്കി നിങ്ങൾ മണിക്കൂറുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 4 മണിക്കൂർ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുക, വാഷ്റൂമിൽ പോവുക, കുളിക്കുക തുടങ്ങി, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ട് ഒരു മോർണിംഗ് വാക്ക്, ഇതെല്ലാം നിങ്ങൾക്കൊരു 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും ഒരു 14 മണിക്കൂർ ടോപ്പേഴ്സിൻ്റെ കേസിൽ പഠനത്തിന് വേണ്ടി, ഇൻക്ലൂഡിങ് സ്കൂൾ ടൈം, നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. 14 hours നമ്മൾ കേൾക്കുമ്പോൾ 14 മണിക്കൂറോ, നമ്മുടെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. 14 മണിക്കൂർ, കാരണം 5 മണിക്കൂർ തികച്ച് പഠിക്കാത്ത മക്കളായിരിക്കാം നമ്മുടെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോഴാണ് 14 മണിക്കൂർ എന്നൊക്കെ പറയും. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, IIT അത്തരം ഒരു കോളേജിൽ എത്തണം എന്നുണ്ടെങ്കിലുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ടെൻഷൻ അടിച്ചോ പ്രഷർ കയറ്റിയോ പിള്ളേരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സ്വപ്നങ്ങൾ എന്താണോ അതിൻ്റെ പുറകെ അവരെ വിടണം. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന IIT സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികളുടെ കേസിലാണ് ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. 14 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു 100 മണിക്കൂർ, മാസം ഒരു ഏകദേശം ഒരു 400 മണിക്കൂർ അവർക്ക് പഠിക്കേണ്ടതായിരിക്കുന്നു. അതായത് ഇന്നേക്ക് 44-ാം ദിവസം JEE എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ 44 ദിവസം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ പറയുന്ന 400 മണിക്കൂറിന് മുകളിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇനിയുമുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അത്രയെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് NIT പോലെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിപ്പറ്റാം, തീർച്ചയായിട്ടും കിട്ടാം. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. എത്ര മണിക്കൂർ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ഒരു നല്ലൊരു ടൈം എന്ന് പറയുന്നത് 14 hours ആണ്. ഞാൻ പറയുന്നത് ഒരു ടോപ്പർ അല്ലെങ്കിൽ ആദ്യത്തെ 1000 റാങ്കുകൾക്കുള്ളിൽ കിട്ടുക എന്നുള്ളൊരു പ്ലാനാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഇതാണ് വേണ്ടത്. ഇനി രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നത്, തിയറി ഫോക്കസ് ചെയ്യണോ ന്യൂമറിക്കൽ പ്രോബ്ലം ഫോക്കസ് ചെയ്യണോ? അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഇപ്പോൾ ഫിസിക്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഫിസിക്സിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഏത് ബുക്ക് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അത്രയും നല്ല ഓതേഴ്സിൻ്റെ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിലേത് പഠിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തിയറി ഓർ പ്രോബ്ലംസ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഉത്തരത്തിന് നിങ്ങൾ തിയറി ബേസിക്കായിട്ട് ഒരു ഐഡിയ കൊണ്ടുവരിക. ബേസിക്കായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളൊരു NCERT പുസ്തകങ്ങൾ വായിക്കുന്നു, പുറകെയുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് വായിക്കുന്നു, ഒരു ചെറിയൊരു ഐഡിയ എല്ലാ ടോപ്പിക്കുകളും വേഗം വരുത്തി കഴിഞ്ഞ് സ്ട്രെയിറ്റ് അവേ നിങ്ങൾ എന്തിലോട്ട് കിടക്കണം? പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലം. ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം ചെയ്യുക.
ഒന്നല്ല, നിരവധി പ്രോബ്ലം ചെയ്യുക, ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുക എന്നുള്ള. തുടക്കമൊന്നും ഒരിക്കലും JEE അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും എടുത്ത് ചെയ്തേക്കരുത്. മൊത്തം ടെൻഷൻ അടിച്ചു പോകും. അതായത് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളൊരു ഫീലിംഗ് വരും. കാരണം JEE അഡ്വാൻസിൻ്റെ പോലെ ഒരു ക്വസ്റ്റ്യൻ ഒരു IIT പ്രൊഫസർ ഡിസൈൻ ചെയ്യുന്നത് 3, 4, 5 ചാപ്റ്ററുകളിലെ കോൺസെപ്റ്റുകൾ ഒരുമിച്ചൊരു ചോദ്യത്തിലിട്ടിട്ടാണ് JEE അഡ്വാൻസിൻ്റെ കേസ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എനിക്ക് IIT കയറണം എന്ന് വെച്ചിട്ട് JEE അഡ്വാൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് എടുത്ത് ഇന്ന് മുതൽ ഞാൻ അങ്ങോട്ട് തകർക്കും എന്നുള്ള രീതിയിൽ പേപ്പർ എടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ 2 വരി വായിക്കുമ്പോഴത്തേക്കും ടെൻഷൻ അടിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം ഒരു NCERT പുസ്തകത്തിൻ്റെ പുറകിലുള്ള ചോദ്യങ്ങളിൽ നിന്ന് തുടങ്ങുക. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. അതിനുശേഷം NCERT തന്നെ പബ്ലിഷ് ചെയ്ത എക്സംപ്ലാർ പോലെയുള്ള പുസ്തകങ്ങളുണ്ട്, കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രം ബാക്കിയുള്ള പുസ്തകങ്ങളിലോട്ട് പോവുക. എന്തുകൊണ്ടാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ റീസൺ, കാരണം വർഷങ്ങളായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവർക്കറിയാം. അവർ കൃത്യമായിട്ട് ആ ഒരു പാറ്റേണിലായിരിക്കും ആ മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്ത് കാണുക. അതുകൊണ്ടാണ് NCERT കഴിഞ്ഞാൽ കോച്ചിങ് മെറ്റീരിയലിൻ്റെ പുസ്തകങ്ങൾ. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഓരോ വിഷയങ്ങളിലും അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറയുന്നു. NCERT പുസ്തകങ്ങൾ പലർക്കും ഒരു ബുദ്ധിമുട്ടാണ്. വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നും മനസ്സിലാവില്ല എന്നുള്ള ഒരു ഒപ്പീനിയൻ സ്റ്റുഡൻസ് പറഞ്ഞു കേട്ട് കാണും. നിങ്ങൾ കേട്ട് കാണും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ മക്കളെ NCERT 11th 12th ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ പ്രധാന റീസൺ 10th കഴിഞ്ഞിട്ട് 11th വരുമ്പോൾ ഒരു വലിയൊരു ചേഞ്ച് അവരെ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് അവരുടെ സയൻസ് പുസ്തകത്തിൻ്റെ മൊത്തം തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ് ബുക്കിൻ്റെ ആദ്യത്തെ വോളിയത്തിൻ്റെ തിക്നെസ് ആയിരിക്കും 11th. ഈ ഒരു അവസ്ഥയാണ്. ഇത് കാണുമ്പോൾ തന്നെ പിള്ളേർ 11th കയറി വരുമ്പോൾ ഇതൊക്കെ ഞാൻ മൊത്തം പഠിക്കണോ, അല്ലെങ്കിൽ വായിക്കാനൊരു ശ്രമം നടത്തുമ്പോൾ തന്നെ ഉറക്കം വരുന്ന ശീലമായിരിക്കും പലർക്കും, അല്ലേ? പുസ്തകം തുറക്കുക, ഉറങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക? NCERT ഫിസിക്സ് ബുക്ക് എടുക്കുക, തുറക്കുക, അപ്പം തന്നെ ഉറക്കം വന്നോളൂ. ഈ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്താണ് NCERT ബുക്കുകൾ വേർത്താണോ? യെസ്, ഡെഫിനറ്റ്ലി അത് വൺ അമംഗ് ദ ബെസ്റ്റ് ഡിസൈൻഡ് ബുക്സ് ആണ്. പക്ഷേ യെസ്, അപ്ഡേഷനെ പറ്റിയിട്ട് പലതരത്തിൽ എനിക്കും അതിൽ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട്. അപ്ഡേറ്റഡ് അല്ല എങ്കിൽ പോലും പരീക്ഷകൾക്ക്, JEE പോലെയുള്ള പരീക്ഷകൾക്ക്, നീറ്റ് പോലെയുള്ള പരീക്ഷകൾക്കൊക്കെ ഈ പുസ്തകങ്ങൾ തന്നെയാണ് ഫസ്റ്റ് റെഫറൻസ്. ബിക്കോസ് ദേ ആർ ഡിസൈൻഡ് ബൈ ദ ടോപ്പ് പ്രൊഫഷണൽസ്. മനസ്സിലാക്കുക. അപ്പോൾ NCERT പുസ്തകങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഹൈലൈറ്റർ എടുക്കും, പെന്നെടുക്കും, സ്കെയിൽ എടുക്കും, മൊത്തം കളറടിയാണ്, അല്ലേ? എല്ലാ പോയിന്റും കളറോ കളർ. മൊത്തത്തിൽ ബുക്ക് മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ബുക്ക് മൊത്തം കളർ ചെയ്ത് വെച്ച് ഇതിപ്പോൾ ഇതിലേതാണ് ഇനി ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു ഡൗട്ട് വരും. പലപ്പോഴും വരുന്ന ഒരു മറ്റൊരു പ്രശ്നമാണ്. ഞാൻ വിദ്യാർത്ഥികളുടെ ബുക്കൊക്കെ നോക്കുമ്പോൾ മഞ്ഞ, പച്ച, നീല എന്ന് പറഞ്ഞാൽ മൊത്തം കളറാണ്. അപ്പോൾ ഇതിലേതാണ് ഇവൻ പഠിക്കാൻ പോണ പോയിന്റ്, അല്ലെങ്കിൽ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന പോയിന്റ് ഏതാണെന്നുള്ളത് ഞാൻ തന്നെ ചോദിക്കും. അല്ല സാർ, ഇത് മൊത്തം പോയിന്റാണ് എന്നാണ് പറയാം. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പിന്നെ പഠിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. നിങ്ങൾ പുസ്തകം എടുക്കുന്ന ഒരു ടോപ്പിക് എടുക്കുക. ഓക്കെ, ടോപ്പിക് എടുത്തതിന് ശേഷം നിങ്ങളത് വായിക്കുന്നു. ജസ്റ്റ് സ്കിം ത്രൂ ദാറ്റ് ടോപ്പിക്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതി നോക്കുക. ഓക്കെ, എഴുതി നോക്കുന്നു. എന്നിട്ട് വീണ്ടും ബുക്ക് നോക്കുക. ഏതെങ്കിലും പോയിന്റ്സ് മിസ്സായിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും നിങ്ങൾ എഴുതിയതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് വരുത്തുക. എന്നിട്ട് അത് വീണ്ടും റെഡ്യൂസ് ചെയ്യണം. അതായത് ഒരു ഫൈനൽ നോട്ട് എന്നുള്ള രീതിയിൽ വീണ്ടും നിങ്ങൾ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമാറ്റിൽ വളരെ നിങ്ങളുടെ ഭാഷയിൽ, മലയാളമാണോ ഫൈൻ, നോ ഇഷ്യൂ, ഇംഗ്ലീഷാണോ ഓക്കെ, നിങ്ങളുടെ ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് ആ കോൺസെപ്റ്റ് എന്ത് മനസ്സിലായി, അതിലെ ടെക്നിക്കൽ ടേമുകൾ അധികം വിട്ടു പോകാതെ നിങ്ങൾ ഏറ്റവും റെഡ്യൂസ്ഡ് ഫോമാറ്റിൽ എഴുതി വയ്ക്കുക. എഴുതി കഴിഞ്ഞാൽ പുസ്തകത്തിനേക്കാൾ കൂടുതലായി പോകരുതെന്ന് മാത്രം, അല്ലേ? ആകെ വായിച്ചത് ഒരു പാരഗ്രാഫാണ്, നിങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ 10 പാരഗ്രാഫ് ആയെങ്കിൽ പിന്നെ വീണ്ടും ഗുണമില്ല. ഇനി പലരും ഫോർമുല ബുക്കുകൾ വാങ്ങും, അല്ലേ? കടയിൽ പോയാൽ ഫോർമുല ബുക്ക് കിട്ടും. 11th 12th ഓരോ സബ്ജക്റ്റിനും ഫോർമുല ബുക്കുകൾ നിങ്ങൾക്ക് കിട്ടും. ഈ ഫോർമുല ബുക്ക് വായിച്ചിരുന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് റാങ്ക് അടിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ കുറേ ബിസിനസ് ട്രിക്കുകളാണ്. അപ്പോൾ ഫോർമുല ബുക്ക് വാങ്ങി അതിരുന്ന് പഠിക്കലല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നിങ്ങളുടേതായ ഫോർമുല ബുക്കുകൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് സമയമെടുക്കും. മനസ്സിലാവുന്നു. അപ്പം ഞാനും ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിലാണ് എപ്പോഴും ഓരോ ചോദ്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ചോദ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A4 പേപ്പർ എടുക്കും, അതിനെ 2ആയി മുറിക്കും. അതിലൊരു കഷ്ണത്തിലെ മുകൾ ഭാഗത്ത് ഞാൻ ചോദ്യം എഴുതി വയ്ക്കും, അതിൻ്റെ പുറം ഭാഗത്ത് അതിൻ്റെ പുറകിൽ അതിൻ്റെ സൊല്യൂഷൻ എഴുതി വയ്ക്കും.
ഇനി ഇങ്ങനെ കുറേ ചോദ്യങ്ങളായി കഴിഞ്ഞാൽ ഞാനതെല്ലാം പഠിച്ചു എന്നാണോ അർത്ഥം? അല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിവിഷൻ. നമ്മളപ്പോൾ പലരും പറയാറുണ്ട് NCERT ബുക്ക് 20 വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് അടിക്കും. ശരിയാണോ? അല്ല. റിവിഷൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് റാങ്ക് കിട്ടണം എന്നില്ല. 10 30 വട്ടം ഒരു പുസ്തകം വായിച്ചത് കൊണ്ടൊന്നും നിങ്ങൾക്ക് റാങ്ക് കിട്ടണം എന്നൊന്നുമില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീകോൾ വാട്ട് യു ഹാവ് സ്റ്റഡീഡ്, ആക്റ്റീവ് റീകോളിംഗ് ടെക്നിക്. അതായത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. പുസ്തകം അടച്ചു വെച്ച് പറയാൻ ശ്രമിക്കുക. ക്ലാസ്സിൽ കേട്ടത് നിങ്ങൾ തന്നെ അല്ലെങ്കിൽ വീണ്ടും മനസ്സിലിരുന്ന് അല്ലെങ്കിൽ ഉറക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. വീണ്ടും വീട്ടിലെത്തിയിട്ട് വീണ്ടും റീകോൾ ചെയ്യുക. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും റീകോൾ ചെയ്യുക. ഇത്തരം റീകോളിംഗ് ടെക്നിക്സിലൂടെയാണ് നിങ്ങൾക്ക് പഠിച്ചത് നിങ്ങൾക്ക് റീകളക്ട് ചെയ്ത് എക്സാം ടൈമിൽ കൃത്യമായിട്ട് പേപ്പറിൽ എഴുതാൻ പറ്റുള്ളൂ. റിവൈസ് ചെയ്തത് കൊണ്ട് ആയില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നിങ്ങൾക്ക് പഠിച്ച സാധനം നിങ്ങൾ വീണ്ടും മൊത്തം വായിക്കുന്നു. പക്ഷേ നിങ്ങൾ ബ്രെയിനിന് ഒരു പണിയും കൊടുക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രെയിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. യു നീഡ് ടു ട്രൈ ടു റീകോൾ ദ ടോപ്പിക്സ് വാട്ട് യു ഹാവ് സ്റ്റഡീഡ്. എന്നാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷാ ടൈമിൽ എത്ര പണ്ട് പഠിച്ചതാണെങ്കിൽ പോലും നമുക്ക് റീകളക്ട് ചെയ്ത് എക്സാമിന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്. 8ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഹരിക്കാനെങ്കിലും മിനിമം അറിയണം. അതല്ലാതെ +2 എത്തുമ്പോഴല്ല 2 നമ്പറുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പഠിക്കുമ്പോൾ പല വിദ്യാർത്ഥികളും എന്ത് ചെയ്യും, അവർ കാൽക്കുലേറ്റർ സൈഡിൽ വെച്ചിട്ട് പഠനം നടത്താനായിട്ട് ശ്രമിക്കും. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പഠനം നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റിറ്റീവ് എക്സാംസിന് അവർക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. വലിയൊരു ചാലഞ്ചായി മാറും. പിന്നെ അപ്പോൾ ഏത് ചെറിയ നമ്പറുകളും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബോർഡിൻ്റെ ഒരു അവസ്ഥ അറിയാമല്ലോ, നമുക്ക് കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ CBSEക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോമ്പറ്റിറ്റീവ് എക്സാംസിൽ വളരെ വലിയൊരു ശതമാനം CBSE ഓവർടേക്ക് ചെയ്യുന്നത് കാണാം സ്റ്റേറ്റ് ബോർഡ് പിള്ളേരെ വെച്ചിട്ട്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ സ്വയം കണക്ക് ചെയ്ത് എത്ര വലിയ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും സമയമെടുത്ത് തുടങ്ങൂ. പിന്നീട് വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നീറ്റ് പോലെയുള്ള പരീക്ഷയ്ക്കൊക്കെ 1 മിനിറ്റിൻ്റെ അകത്ത് ആൻസർ കിട്ടണം എന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ് സമയമെങ്കിൽ മെയിൻ പോലെയുള്ള പരീക്ഷകൾക്ക് 3 മിനിറ്റ് വരെ നിങ്ങൾക്ക് സമയമെടുക്കാം. അപ്പോൾ ഇത്രയും ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ 3 മിനിറ്റിൻ്റെ അകത്തൊക്കെ ആൻസർ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ്. പക്ഷേ അവർ ചെയ്യുന്നത് കാണണം. അവരിരുന്ന് ആ കണക്ക് നോക്കിയിട്ട് കൃത്യമായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് മനക്കണക്കുകൾ ഇടയിലുണ്ടാവും. വളരെ കുറവ് മാത്രമേ അവർ പേപ്പറിൽ എഴുതുള്ളൂ, എന്നിട്ട് ആൻസറിലോട്ട് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഡ്വാൻസ്ഡ് പോലെയുള്ള പരീക്ഷകളിൽ 54 ചോദ്യങ്ങളാണ്. 54 ചോദ്യങ്ങൾ ഒരു 27 ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല റാങ്കുകൾ കിട്ടിക്കഴിഞ്ഞു കാണും എന്നുള്ളതാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് ഒരു 7 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. കാരണം അത്രയും ഡിഫിക്കൽട്ടാണ് ആ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ്. അപ്പോൾ വീണ്ടും മുമ്പത്തെ പരീക്ഷാ പേപ്പറുകളിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ടോപ്പിക്കുകൾ കൃത്യമായി ഫിൽട്ടർ ചെയ്തിട്ട് അതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുക. മാത്സിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു 5 6 ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു 150 മാർക്കിൻ്റെ മുകളിൽ 300-ൽ കിട്ടും മെയിനിലൊക്കെ. ബാക്കി ഫിസിക്സും കെമിസ്ട്രിക്കും ചോദ്യങ്ങൾ ചെയ്തോളും. മാത്സ് നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എങ്കിൽ, മാത്തമാറ്റിക്സ് എന്ന വിഷയം നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു 5 6 ചോദ്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ സേഫാണ്. വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 5 മുതൽ 6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സേഫ് സോണിൽ എത്തിക്കഴിഞ്ഞു. ബാക്കി നിങ്ങൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും നന്നായി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് NITയിലോട്ടോ അല്ലെങ്കിൽ സെൻട്രൽ ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടൊക്കെ നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മോക്ക് എക്സാംസ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് എക്സാംസ്? പലരും ചെയ്യാൻ മടിക്കുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യപ്പെടാതെ ഇരിക്കുന്നതും മോക്ക് എക്സാംസാണ്. ഇപ്പോൾ ജാനുവരിയിൽ എക്സാം വരാണ്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേര് നിങ്ങൾ ഒരു 2 മോക്ക് എക്സാമെങ്കിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വയം ചോദിക്കുക. അപ്പോൾ മോക്ക് എക്സാം എഴുതുന്നത് എന്തിനാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കാരണങ്ങൾ കാണും. കൃത്യമായിട്ട് നിങ്ങളെ അസസ് ചെയ്യും. അത് നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർഡാണ്. ഇപ്പം ഞാൻ തന്നെ ഒരു പരീക്ഷ നടത്താൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പല വിദ്യാർത്ഥികളും മുങ്ങും. അതിൻ്റെ റീസൺ എന്താണ്? അവർ പറയുന്ന ഒറ്റ ഉത്തരം, സാർ എൻ്റെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ ഫുള്ള് റെഡി ആയിട്ടില്ല. മനസ്സിലാക്കാൻ നിങ്ങൾ ഒരിക്കലും റെഡി ആവില്ല എന്നുള്ളതാണ്.
നിങ്ങൾക്ക് ഒരിക്കലും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് സച്ച് എ വാസ്റ്റ് സിലബസ്. അപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്ന രീതിയില്ല, അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ എത്രമാത്രം പഠിച്ചു അത് വെച്ച് എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് എത്രമാത്രം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകളിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എക്സാം പാറ്റേണുകളെ പറ്റി കൃത്യമായി നിങ്ങൾക്കറിയാം. സ്ട്രെസ്സും ടൈമും കൃത്യമായി മാനേജ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആ കുട്ടിക്ക് തീർച്ചയായിട്ടും ഒരു നീറ്റിന് 720-ൽ ഒരു 600-ന് മുകളിൽ മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അത്രയും ഷുവർട്ടി എനിക്കുണ്ടായിരുന്നു. കാരണം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറയുന്ന ഒരു വിദ്യാർത്ഥിനി. അപ്പോൾ ആ കുട്ടിക്ക് കഴിഞ്ഞ വർഷം നീറ്റ് 2023 പരീക്ഷ കഴിഞ്ഞപ്പോൾ 380 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ അതൊരു തരത്തിലും ഗവൺമെൻറ് സീറ്റായിട്ട് കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 380 മാർക്കൊന്നും തീരെ പോരാ. ഒരു സേഫ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ നീറ്റിൽ ഈ വർഷം 620 മാർക്കാണ്. അടുത്ത വർഷം വീണ്ടും കൂടും. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ കുട്ടിക്ക് ടെൻഷൻ എന്നായിരുന്നു ഉത്തരം വന്നത്. വല്ലാത്ത ടെൻഷൻ. പരീക്ഷ ഹാളിൽ കയറുമ്പോൾ തന്നെ ടെൻഷൻ. ചോദ്യപേപ്പർ കണ്ടപ്പോൾ അതിലും വലിയ ടെൻഷൻ. ഇതെല്ലാം കഴിഞ്ഞ് OMR പേപ്പറിൽ നമ്മൾ കറുപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻസർ മാർക്ക് ചെയ്യുമ്പോൾ ആ കുട്ടി 23ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ബി എന്ന ആൻസറാണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ അത് മാർക്ക് ചെയ്തത് 24ാമത്തെ ചോദ്യത്തിനാണെന്ന് വിചാരിക്കുക. പിന്നെ അവിടെ നിന്നുള്ള എല്ലാ ഓപ്ഷൻസും താഴോട്ടും തെറ്റി മാർക്ക് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു വർഷം പോയി, ഒറ്റ ഓൺ ദ സ്പോട്ട് ഒരു വർഷം പോവാണ് അവിടെ. വീണ്ടും നിങ്ങൾക്ക് മെഡിസിന് വേണ്ടി പഠിക്കണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ടെൻഷൻ ഒഴിവാക്കിയാൽ ഇങ്ങനത്തെ കെയർലെസ് മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. പലരുടെയും പെന്നൊക്കെ അങ്ങോട്ട് തട്ടിത്തെറിച്ചൊക്കെ പോയിട്ട് OMR ഷീറ്റിൽ ക്യാൻസലായി പോകുന്ന രീതി സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അറിയാതെ പെൻ കോറിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ടേബിളിൽ വല്ല കുഴിയോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പെൻ നേരെ തുളച്ച് കയറിപ്പോകുന്നു OMR ഷീറ്റിലൂടെ. ഇത്തരം പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് മാത്രം പരീക്ഷ എഴുതാൻ തുടങ്ങുക എന്നുള്ളതാണ്. പലരും രാവിലെ പരീക്ഷ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. അത് വേറെ കാറ്റഗറിയാണ്. ഇന്ന് പരീക്ഷ ഉണ്ടോ? അത് ശരി, അപ്പോൾ ഇന്നുണ്ടല്ലേ, എന്നാൽ പോയി എഴുതിയേക്കാം എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. അവർ രാവിലെ വളരെയധികം ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേക്കുന്നത് തന്നെ. ആ കാറ്റഗറി ഉണ്ട്. തീരെ ടെൻഷനില്ലാത്ത ടീമും ഉണ്ടാവും, വളരെയധികം ടെൻഷനുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാം, ഒരു ഗിറ്റാറോ വയലിനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ ആ ഒരു സ്ട്രിങ്ങിൽ ഒരു മിനിമം ടെൻഷൻ വേണം. മിനിമം ടെൻഷൻ ഇല്ലെങ്കിൽ എന്താ പറ്റുക? അത് പൊട്ടിക്കിടക്കുന്നുണ്ടാവും. വളരെയധികം ടെൻഷനിലുള്ള സ്ട്രിങ് ആണെങ്കിലോ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു മിനിമം ടെൻഷനുള്ള സ്ട്രിങ്ങുള്ള ഒരു ഗിറ്റാറോ വയലിനോ ആണെങ്കിൽ അതിമനോഹരമായ ഗാനങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്ലേ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, മോക്ക് എക്സാംസ് എഴുതുമ്പോൾ ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് വരുന്ന രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കണം. പലരും ചെയ്യുന്നത് ഈ മോക്ക് എക്സാംസ് വീട്ടിലിരുന്ന് തന്നെ അങ്ങോട്ട് എഴുതി കളയും. അപ്പോൾ JEE പോലെയുള്ള ഒരു പരീക്ഷ വരുമ്പോൾ ഒരു എക്സാം ഹാളിലോട്ട് അല്ലെങ്കിൽ ഒരു കോളേജിലോട്ട് എക്സാം ദിവസം നമ്മൾ എഴുതാൻ പോകുമ്പോഴാണ് ശരിക്കും ആ ഫീല് നമുക്കൊരു ഗൂസ് ബം ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ കോളേജിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് ആ ഫീല് കിട്ടുന്നത്. നിരവധി വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എവിടേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം റിയലിസ്റ്റിക് എക്സ്പീരിയൻസുകൾ വരുന്ന രീതിയിൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും, എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും അവർ ആ രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ വീട്ടിലിരുന്ന് മോക്ക് എക്സാം എഴുതാതെ അത്തരം സെൻറ്ററുകളിൽ പോയിട്ട് നിങ്ങൾ മോക്ക് എക്സാംസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാം ദിവസം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ടെൻഷൻ ഒഴിവാക്കുക. ഇനി ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ ഈസി ചോദ്യങ്ങൾ ആദ്യം മാർക്ക് ചെയ്യുക, അത് ആൻസർ ചെയ്യുക. അല്ലാത്ത ഡിഫിക്കൽട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലാഗ് ചെയ്ത് വെക്കുക എന്നാണ് ഞാൻ പറയാറ്. അറിയാത്ത ചോദ്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്ലാഗ് ചെയ്ത് വെക്കുക. പരീക്ഷ ഏകദേശം നിങ്ങളുടെ ഈസി ക്വസ്റ്റ്യൻസ് തീരുമ്പോഴത്തേക്കും വീണ്ടും ഫ്ലാഗ് ചെയ്ത ചോദ്യങ്ങളിലോട്ട് തിരിച്ചു വരിക. അപ്പോൾ JEE അഡ്വാൻസ് ആണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്ത്. അപ്പോൾ 45% ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് IIT-കളിലോട്ട് എത്താൻ സാധിക്കും. ഏകദേശം 6 മുതൽ 7 മിനിറ്റ് വരെയാണ് ഒരു ചോദ്യത്തിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു റിജക്ഷൻ പരീക്ഷയാണ്, റിജക്ഷൻ ടെസ്റ്റാണ്. അതായത് ഇത്രയും ലക്ഷക്കണക്കിന് പിള്ളേരിൽ നിന്നും വളരെ കുറച്ച് പിള്ളേരെ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി പിള്ളേരെ മാറ്റി നിർത്തണം. അതുകൊണ്ട് ഇതൊരു റിജക്ഷൻ ടെസ്റ്റായിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാനായിട്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിനുള്ള ടിപ്സാണ്.
നമ്മൾ വിദ്യാർത്ഥികളെ ഇത് ചെയ്യണം അത് ചെയ്യണം 14 മണിക്കൂർ പഠിക്കണം ഓടടാ ചാരടാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പാരൻസ് എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ദേ ഡു എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അവരുടെ റോൾ എന്താണ്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കൾക്കും ജെഇ പോലെയുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ വേണമെന്നുള്ളതാണ്. അല്ലാണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റൊന്നും അല്ല ജെഇ ക്രാക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ മക്കൾക്കും സാധിക്കും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എക്സാമിൻ്റെ പാറ്റേൺ കൃത്യമായിട്ട് നിങ്ങളും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്താണ് എക്സാം, എങ്ങനെയാണ് എക്സാം നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും നല്ല ധാരണ വേണം. 3, എക്സാമിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് കോമ്പറ്റീഷൻ നിങ്ങൾക്കറിയണം. എത്രമാത്രം സ്ട്രെസ്ഫുൾ എക്സാമാണ്. ജെഇ അഡ്വാൻസിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, മെയിൻ 3 മണിക്കൂറേ ഉള്ളൂ. അഡ്വാൻസ് പരീക്ഷയോ 6 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. അതായത് രാവിലെ 3 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും 3 മണിക്കൂർ. ഈ രണ്ടിൻ്റെയും മാർക്ക് ആഡ് ചെയ്യും ജെഇ അഡ്വാൻസ് പോലെയുള്ള പരീക്ഷ. അപ്പോൾ അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയുള്ളത് കൃത്യമായിട്ട് ടൈം മാനേജ്മെൻറ്റ് മക്കളെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ 100% സിലബസ് ഒന്നും ഫോക്കസ് ചെയ്യണമെന്ന് നിർബന്ധം പിടിപ്പിക്കരുത് മക്കളെ. ആൻഡ് പ്രോബ്ലം സോൾവിങ് മുമ്പ് പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊന്ന് കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്കിനി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവരെ മെൻ്റലി എങ്കിലും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? അവരുടെ ടീച്ചേഴ്സിനെ കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്ത് ഏതൊക്കെ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യണം. മോക്ക് എക്സാംസ് ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന അതിൻ്റെ എല്ലാ മാർക്കുകൾ നിങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നത്, എൻ്റെ വിദ്യാർത്ഥികളുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫ് ഞാൻ പാരൻസിന് അയച്ചു കൊടുക്കും. അതായത് ഇതാണ് നിങ്ങളുടെ മക്കളുടെ പോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കൃത്യമായിട്ട് ഒരു കോൺടാക്റ്റ് ടീച്ചേഴ്സും പാരൻസും നമ്മൾ കീപ്പ് ചെയ്യും. സോ ഫൈനലി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പരീക്ഷാ ദിവസത്തേക്ക് അവരെ പ്രിപ്പയർ ചെയ്യുക. ഒരാഴ്ച മുമ്പേ റെഡിയാക്കി എടുക്കുക. കൊടുക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം എല്ലാം വളരെ കെയർഫുള്ളായിരിക്കണം. തലേ ദിവസമൊക്കെ നിങ്ങൾ പുറത്തു നിന്നെല്ലാം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം കെയർഫുൾ ആവുക. ഫൈനലി ആ ഒരു ദിവസത്തേക്ക് വേണ്ടി റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടിട്ടുള്ള എല്ലാ പാരൻസിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്കും ജെഇ പോലെയുള്ള ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.